അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏഴാമ സയ്യിദത്ത് മറിയം ബി റളിയല്ലാഹു അൻഹ, അവിടുത്തെ പൊന്നോമന പുത്രൻ കുത്തുബ് സയ്യിദ് മുഹമ്മദ് ഷഹീദ് വലി റളിയല്ലാഹു അൻഹു അവിടത്തെയും മക്ബറ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏർവാടിക്കടുത്ത് കീഴക്കര പ്രദേശത്താണ് മഹാന്മാരായ അവിടുത്തെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ. ദീനിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച ബഹുമാനപ്പെട്ട കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുചരന്മാരിൽപ്പെട്ട ശുഹദാക്കളാണ്. അല്ലാഹു അവിടുത്തെ മദദ് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള സിഹ്റുകളൊക്കെ ബാത്തിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അവിടുത്തെ ഉറൂസിൻ്റെ മാസമാണ്. ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മഹത്തായ ഉറൂസിൻ്റെ കർമ്മങ്ങൾക്ക് കൊടികയറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. കീഴക്കര പ്രദേശത്ത് ഒരുപാട് ശുഹദാക്കൾ ബഹുമാനപ്പെട്ട കുത്തുബ് സുൽത്താൻ ബാദുഷാ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുചരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കാട്ടുപള്ളിയിൽ അറിയപ്പെടുന്ന ചിന്നക്കാട്ടുപള്ളി എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് മഹാനായ കുത്തുബ് സയ്യിദ് മുഹമ്മദ് ഷഹീദ് റളിയല്ലാഹു അൻഹും അവിടുത്തെ ഉമ്മ സയ്യിദത്ത് മറിയം ബീബി റളിയല്ലാഹു അൻഹയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സിയാറത്ത് ചെയ്യുവാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും അവിടുത്തെ മദദ് കൊണ്ട് അനുഗ്രഹീതമായി തീരുവാനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏർവാടിയിൽ സിയാറത്തിന് വരുമ്പോൾ ആ മഹത്തായ ഹദറത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണാടി ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന മഹാൻ, അതുപോലെ തന്നെ തൈക്ക ശുഐബ് ആലിം ജലാലിയ റാത്തീബിൻ്റെ മഹാന്മാരായ മശായിഖന്മാർ അറൂസിയ അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ 18 വാലി ശുഹദാക്കൾ എന്നറിയപ്പെടുന്ന 18 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അതിൽ ഉപരി പ്രത്യേകിച്ച് നാം അറിയപ്പെടുന്ന മദിഹുർ റസൂൽ സ്വദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന കീഴക്കര, ഈ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ പരിസരത്ത് ആണ് നാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സിയാറത്ത് ചെയ്യുവാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരിടക്ക മദദ് കൊണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങൾ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ച് നാളെ സ്വർഗീയ ലോകത്ത് മഹദി മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാൻ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹു എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ.